നമസ്കാരം. കേരളത്തിന് ബി.ജെ.പിക്ക് കിട്ടിയിട്ടുള്ള വലിയ ഒരു വരദാനമാണ് സുരേഷ് ഗോപി എന്ന മന്ത്രിസ്ഥാനം. ശ്രീ സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി എനിക്ക് സ്നേഹമാണ്, ആദരവാണ്, ബഹുമാനമാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് രാജ്യസഭാ എം.പി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളായണി കായലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ഒന്ന് രണ്ട് പരിപാടി നടത്തിയപ്പോൾ ഞാൻ ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഞാനും പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. ആ സമയത്ത് വ്യക്തിപരമായി പിന്നെ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പിന്നെ എം.പി ആയി, മന്ത്രിയായി, വലിയ പൊസിഷനിലാണ്. ഇപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലുമല്ല. നേരിട്ട് പോയി കണ്ടാൽ ഒരുപക്ഷെ വെൽ റിസീവിങ് ആയിരിക്കും. പക്ഷേ ഫോണിലൊന്നും അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലത്തല്ല അദ്ദേഹമുള്ളത്. ഞാൻ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പി.എ വഴി. വേറൊന്നിനുമല്ല, ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ മറ്റു സ്വകാര്യമായി നേടുന്നതിനല്ല. അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ കേൾക്കുമ്പോൾ സങ്കടവും ഖേദവും പരിതാപകരവുമാണ്. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെ ടാക്സ് പൈസ കൊണ്ട് താങ്കളെ ജനങ്ങൾ ജയിപ്പിച്ചതിന് ശേഷം ടാക്സിൻ്റെ പൈസ കൊണ്ട് താങ്കൾക്കാവശ്യമായ കാറും വാഹനവും മറ്റ് സൗകര്യങ്ങളും മന്ത്രി എന്നുള്ള നിലയിൽ, കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയിൽ എല്ലാ സൗകര്യങ്ങളും തരുന്നത് ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന പട്ടിണിപ്പാവങ്ങളുടെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ മാറ്റാൻ, തൊഴിലവസരങ്ങൾ ഒരുക്കാൻ, ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കാൻ താങ്കളുടെ വകുപ്പിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭാഗ്യവശാൽ താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന വകുപ്പുകൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പെട്രോളിയം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം CSR ഫണ്ട് വളരെ വലിയ തോതിൽ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അത് കൃത്യമായി താങ്കൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ അത് കേരളത്തിലാകെ പെട്രോൾ പമ്പുകളുമായി ബന്ധപ്പെടുത്തി നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. സ്ഥലമുള്ള പമ്പുകളുണ്ട്, സ്ഥലം കുറവുള്ള സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ചില കാര്യങ്ങൾ താങ്കൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ഹൃദയപൂർവ്വം ഒരു തുറന്ന കത്തായിട്ടാണ് ഈ വീഡിയോ താങ്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. താങ്കളുടെ മുന്നിൽ ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. ആരെങ്കിലും ഇത് അയച്ചു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരിട്ട് ഞാൻ താങ്കളുടെ PAക്ക് അയച്ചു കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പെട്രോളിയം വകുപ്പുമായി ബന്ധപ്പെടുത്തി നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്യാൻ കഴിയുന്നതുമാണ്. അത് CSR ഫണ്ട് ഉപയോഗിച്ചും അവരുടെ മാൻഡേറ്റ് ഉപയോഗിച്ചുമൊക്കെ വലിയ പരിപാടികൾ പമ്പുകളുമായി ചേർന്ന് ചെയ്യാൻ പറ്റും. രണ്ടാമത്, ടൂറിസവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ കേരളത്തിൽ സ്പിരിച്വൽ ടൂറിസത്തിനും കൾച്ചറൽ ടൂറിസത്തിനും ഹെറിറ്റേജ് ടൂറിസത്തിനും വലിയ സാധ്യതയാണുള്ളത്. ഇന്ന് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ഇല്ല എന്നുള്ളതാണ് വളരെ പ്രധാനം. തിരുവനന്തപുരത്തേക്ക് വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന താങ്കൾക്ക് തിരുവനന്തപുരം ജില്ല കൂടി അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയാം. വടക്കൻ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ആളുകൾക്ക് മണ്ണന്തലയ്ക്ക് മുമ്പ് വെച്ച്, വട്ടപ്പാറയ്ക്കും മണ്ണന്തലയ്ക്കും ഇടയ്ക്ക് വെച്ച് ഇപ്പുറത്ത് ആലോചിക്കുമ്പോൾ ഒരു കഴക്കൂട്ടത്തിനും അല്ലെങ്കിൽ ശ്രീകാര്യത്തിൻ്റെ ആ ഭാഗത്ത് വളരെ കൃത്യമായ ഫെലിസിറ്റേഷൻ സെൻറ്ററുകൾ, അതായത് സഹായ കേന്ദ്രങ്ങൾ, വിശാലമായ കാർ പാർക്കിംഗ്, വാഹന പാർക്കിംഗ്, അത്യാവശ്യം ക്യാൻറ്റീൻ, മറ്റ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രദേശങ്ങൾ തയ്യാറാക്കിയാൽ, അത് ശബരിമല ഇടത്താവളം മാത്രം പോരാ, അല്ലാതെ തയ്യാറാക്കിയാൽ, ശബരിമല സീസണിൽ ഇടത്താവളമായിട്ട് ഉപയോഗിക്കാം. അല്ലാത്ത സീസണിൽ അവിടെ വന്ന ആളുകൾ അവിടുത്തെ കൗണ്ടറിൽ പേര് രജിസ്റ്റർ ചെയ്താൽ പിന്നെ തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ടൂറിസ്റ്റ് സെൻറ്ററുകളിലേക്കും പോകാനുള്ള സകല ഫെസിലിറ്റീസും അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. തിരുവനന്തപുരത്തെ ഹോട്ടലുകളും ലോഡ്ജുകളും അവിടെ ഇരുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുപോലെ ഇത് ഒരു കേന്ദ്രത്തിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. അതുപോലെ 2 കേന്ദ്രം, തിരുവനന്തപുരത്ത് ശ്രീകാര്യവും ആ റോഡിൽ ഇപ്പുറത്ത്, ഇല്ല വേണ്ട, ശ്രീകാര്യം പ്രയാസമാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് വച്ച് ചെയ്താലും ആൾക്കാർ കട്ട് ചെയ്ത് ഇപ്പുറത്ത് വന്നോളും. അപ്പോൾ അത് 2 സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഇതുപോലെ ഗുരുവായൂർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തി ഇത് ചെയ്യേണ്ടതാണ്. ഗുരുവായൂരിൽ ITDCയുടെ തന്നെ ഒരു ടൂറിസ്റ്റ് ഫെസിലിറ്റി സെൻറ്ററോ എന്ന് സംതിങ് ലൈക്ക് ദാറ്റ് ഒരെണ്ണമുണ്ട്. ഞാനവിടെ പോയിട്ടില്ല. അവിടെ ഡോർമെട്രിയാണ് കൊടുക്കുന്നത്. അവിടുത്തെ സൗകര്യങ്ങളെ സംബന്ധിച്ചും സേവനത്തെ സംബന്ധിച്ചും വലിയ പരാതിയാണുള്ളത്. അവിടെ വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഗണനയും കിട്ടുന്നൊരു സ്ഥലമല്ല.
എന്തുകൊണ്ട് താങ്കൾക്ക് അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റില്ല? അടുത്ത ജന്മം താങ്കൾക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടൊക്കെ ജനിക്കാം, അതൊന്നും വിഷയമല്ല. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ജന്മം ബ്രാഹ്മണനായിട്ട് ജനിക്കാം, അതെല്ലാം വിഷയം. അതെല്ലാം ഓക്കെ, അത് താങ്കൾ പറയുന്നത് ഓക്കെ. താങ്കൾ ഈ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നു, പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു, ആളുകളെ പോകുന്നു, സെലിബ്രിറ്റി എടുക്കുന്നു, പൂജ നടത്തുന്നു, കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാനല്ല സ്റ്റേറ്റ് നിങ്ങൾക്ക് പണം തരുന്നത്. സ്റ്റേറ്റ് താങ്കൾക്ക് കൃത്യമായൊരു ഡ്യൂട്ടി അസൈൻ ചെയ്തു തന്നു. സ്റ്റേറ്റ് ഞാൻ മീൻസ് ഈ സെൻട്രൽ, ഈ രാജ്യം എന്നുള്ള നിലയിൽ ഈ രാജ്യം താങ്കൾക്ക് വളരെ കൃത്യമായൊരു ഡ്യൂട്ടി അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് എത്ര ദിവസം ഓഫീസിൽ പോകുന്നു, എത്ര ദിവസം ഓഫീസിലിരിക്കുന്നു, എത്ര ഫയലുകൾ കാണുന്നു, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി മാത്രമുള്ള മന്ത്രിയല്ലല്ലോ, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രിയല്ലേ? അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് എത്ര കണ്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ടൂറിസ്റ്റ് ബസ്സുകൾ തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നുമൊക്കെ ധാരാളമായി ഹൈദരാബാദ് ട്രിപ്പ് നടത്താറുണ്ട്. താങ്കൾ അങ്ങനെ തൃശ്ശൂരിലുള്ള തന്നെ ഏതെങ്കിലും ഹൈദരാബാദ് ട്രിപ്പ് നടത്തുന്നവരുടെ ടൂറിസ്റ്റുകാരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. താങ്കളുടെ PA മറ്റും ആവശ്യപ്പെട്ടാൽ ഞാൻ അയച്ചു തരാം. അവരോട് ചോദിക്കുക. അവർ രാത്രി കാലങ്ങളിൽ ഞാൻ അതിലൊരു സംവിധാനത്തിൽ പോയവരുമായി സംസാരിച്ചതാണ്. രാത്രി കാലങ്ങളിൽ അവർ ഹൈദരാബാദിലേക്ക് ടൂറിസ്റ്റ് ബസ്സുകളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ടോൾ ബൂത്തുകളുമായിട്ടൊക്കെ അനുബന്ധിച്ച് ഈ ടോയ്ലറ്റുകൾ പോലുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ലൈറ്റില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യമെന്ന് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചതിൻ്റെ വേസ്റ്റ് എല്ലാം അവിടെ കിടക്കുകയായിരിക്കും. സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. സ്വച്ഛ ഭാരതിൽ ഉൾപ്പെടുത്തി, ഈ പെട്രോൾ പമ്പുകളുമായിട്ടൊക്കെ ഉൾപ്പെടുത്തി അവിടെ പോകാം. പക്ഷേ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത പെട്രോൾ പമ്പ് വരുന്നത്. അത് ടോൾ ബൂത്തിനടുത്തും അല്ലാതെയുമൊക്കെയായിട്ട് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ താങ്കൾക്ക് കഴിയില്ലേ? കേരളത്തിലേക്ക് വീണ്ടും വരുമ്പോൾ 1000കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ടൂറിസ്റ്റ് ഗൈഡുകളെ ഇപ്പോൾ താങ്കൾ സിംഗപ്പൂരും മലേഷ്യയിലൊക്കെ പോയിട്ടുണ്ടാകുമല്ലോ. അവിടെ നമുക്ക് നല്ല ടൂറിസ്റ്റ് ഗൈഡുകളെ കിട്ടും. കേരളത്തിൽ അങ്ങനെ എന്തേ ടൂറിസ്റ്റ് ഗൈഡുകളെ കിട്ടാത്തത്? ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും അല്ലേ ഉള്ളൂ. അപ്പോൾ കൃത്യമായി ടൂറിസ്റ്റ് ഗൈഡുകളെ കിട്ടുന്ന രീതിയിൽ അത് സിംഗപ്പൂരിലാണെങ്കിൽ ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് ലൈസൻസ് ഉണ്ട്, അവർക്ക് കോഴ്സുണ്ട്. ആ കോഴ്സ് പാസ്സായി ഓരോ വർഷവും ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ ലൈസൻസ് 5 വർഷത്തിൽ പുതുക്കിയാൽ മതി. ഇത് 3 വർഷത്തിലൊരിക്കലാണെന്ന് തോന്നുന്നു. 3 വർഷത്തിലൊരിക്കൽ അത് പുതുക്കുകയും വർഷം തോറും 1 മാസം അവിടുത്തെ ഈ റിഫ്രഷ്മെൻറ്റ് കോഴ്സിൽ പങ്കെടുക്കുകയും മൾട്ടി ലാംഗ്വേജ് അവർ പഠിച്ചിരിക്കുകയും ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയിട്ടുള്ള മൾട്ടി ലാംഗ്വേജ്, മലയാളമൊന്നും പഠിക്കേണ്ട കാര്യമില്ല, പ്രധാനപ്പെട്ട ഭാഷകൾ അവർ പഠിച്ചിരിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുന്ന ടൂറിസ്റ്റ് ഗൈഡുകളുണ്ട്. വളരെ മനോഹരമാണ്. ഇതൊക്കെ എന്താ താങ്കൾ ആലോചിക്കാത്തത്? എത്ര ആലോചിച്ചിട്ടും ഇതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ കൃത്യമായി സമാധാനത്തോടുകൂടി ഈ ജന്മത്തിൽ ഗുരുവായൂർ ദേവസ്വം പ്രസിഡൻ്റ് ആവണോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ താങ്കൾ മാറ്റിവെച്ച് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണോ, അല്ലെങ്കിൽ നായർ മുതൽ നമ്പൂതിരി വരെ, നായാടി മുതൽ നമ്പൂതിരി വരെ ഏത് സമുദായത്തിൽ ജനിക്കണോ എന്നുള്ളതെല്ലാം മാറ്റിവെച്ച് താങ്കൾ വളരെ കൃത്യമായി കുറേ ഗ്രഹപാഠം ചെയ്യണം. ആ ഗ്രഹപാഠം ചെയ്ത് ചാനലുകളോട് വന്നിട്ട് ഏതെങ്കിലും വർത്തമാനം, ഏതെങ്കിലും ബൈറ്റ് കൊടുത്ത് അതിനെ വിവാദമാക്കി അതിൻ്റെ പുറത്ത് അടുത്ത ബൈറ്റ് കൊടുത്ത് ട്രോളുകൾ നടക്കുന്ന സമയം കൊണ്ട് കുറച്ചൊരു സമാധാനമായി ഇരുന്ന് കുറേ ഹോംവർക്ക് ചെയ്യണം. കേരളത്തിൽ BJP വളർത്തുന്നതിനും അത്യാവശ്യമാണ്, പൊതുജനങ്ങൾക്കും ഇത് അത്യാവശ്യമാണ്, സമൂഹത്തിനും അത്യാവശ്യമാണ്. എത്ര പദ്ധതികൾ കേന്ദ്രത്തിൻ്റെതായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായവുമില്ലാതെ ഇവിടെ തുടങ്ങാൻ പറ്റും. എയിംസ് എന്നൊക്കെ പറയുന്നതിൽ നിന്നും പിടിച്ച് താങ്കൾ തൂങ്ങണ്ട. അത് അതിൻ്റെ വഴിക്ക് വരട്ടെ, അതിനു വേണ്ടി സമയം കളയണ്ട, അത് വരട്ടെ. അല്ലാതെ 100 കണക്കിന് നല്ല സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങാൻ പറ്റുന്ന വലിയ മനോഹരമായ സാധ്യത ഉണ്ട്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ നേരിട്ട് തന്നെ നടത്താനുള്ള 100 കണക്കിന് പദ്ധതികളുണ്ട്. വേണമെങ്കിൽ അത്യാവശ്യം ഞാനും കൂടി അതിനകത്ത് ഇത്തരം ചില കാര്യങ്ങളിൽ സാങ്കേതികമായി സഹായിക്കാനും തയ്യാറാണ്. ചില കാര്യങ്ങൾ പറയാനും ആശയതലത്തിൽ പങ്കുവെക്കാനുമുള്ള സാധ്യതയുള്ളൊരു വ്യക്തി കൂടി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയോട് എല്ലാ ആദരവ് നിലനിർത്തി പറയട്ടെ, താങ്കൾ ഹോംവർക്ക് ചെയ്യുക. ഓരോ ജന്മത്തിലും ഏറ്റെടുക്കേണ്ടുന്ന കർമ്മം പ്രകൃതി ഏൽപ്പിക്കുന്ന, സമൂഹം ഏൽപ്പിക്കുന്ന, ജനങ്ങളേൽപ്പിക്കുന്ന കർമ്മം ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം രണ്ടാമത് മാത്രമാണ്.